ഹായ് ഫ്രണ്ട്സ്, രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ആകാംക്ഷയോടെ ഉറ്റുനോക്കിയിരുന്നത്. ഒന്ന്, കേന്ദ്രത്തിൽ ആര്, രണ്ട്, കേരളത്തിൽ ആര്. ഈ രണ്ട് കാര്യങ്ങൾക്കും എക്സിറ്റ് പോൾ മറുപടി പറയുന്നു. കേന്ദ്രത്തിൽ BJP, കേരളത്തിൽ UDF. ഇത് രണ്ടും പ്രതീക്ഷിച്ചിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. കാരണം BJPക്കെതിരെ ശക്തമായൊരു വെല്ലുവിളി ഉയർത്താൻ ഇന്ത്യ മുന്നണിക്ക് കഴിഞ്ഞില്ല എന്നുള്ളതാണ്. ഒന്നാമതായി തന്നെ അതൊരു മുന്നണിയായി തീർന്നില്ല, അത് വെറുതെ ഒരു ആൾക്കൂട്ടം മാത്രമായിരുന്നു. അവര് തന്നെ തമ്മിൽ മത്സരിക്കുകയായിരുന്നു പല സംസ്ഥാനങ്ങളിലും. അങ്ങനെ ഒരു മുന്നണിയായി പ്രവർത്തിക്കാൻ പോലും സാധിക്കാത്ത ഇന്ത്യ സഖ്യത്തിന് എങ്ങനെ BJP പോലെ ശക്തമായ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ബദലാവാൻ കഴിയും? ഉത്തരമില്ലാത്ത ചോദ്യമാണ്. കേരളത്തിലെ UDF ലീഡ് ചെയ്യുന്നു, 15 മുതൽ 19 വരെ സീറ്റ് നേടിയേക്കാം എക്സിറ്റ് പോൾ ഫലങ്ങൾ ശരിയാവുകയാണെങ്കിൽ. കാരണം ഗവൺമെന്റ് വിരുദ്ധ വികാരം വളരെ ശക്തമായിരുന്നു, പ്രത്യേകിച്ചും പിണറായി വിരുദ്ധ വികാരം. പക്ഷെ UDF സന്തോഷിക്കാൻ വരട്ടെ, കാരണം കേരളത്തിൽ മാത്രമേ കോൺഗ്രസ് ലീഡ് ചെയ്യുന്നുള്ളൂ എന്നുള്ളതാണ്. മറ്റു പല സംസ്ഥാനങ്ങളിലും പ്രതീക്ഷിച്ച മുന്നേറ്റം ഉണ്ടാക്കാൻ കോൺഗ്രസിനായില്ല. UPയിലാണെങ്കിലും ബീഹാറിലാണെങ്കിലും ഹരിയാനയിലാണെങ്കിലും കർണാടകത്തിൽ പോലും. അപ്പോൾ പിന്നെ അങ്ങനെയുള്ള പാർട്ടിക്ക് എങ്ങനെയാണ് ഇന്ത്യ ഭരിക്കാൻ കഴിയുക? ആലോചിക്കേണ്ട കാര്യമാണ്. കേരളത്തിൽ ഭരണവിരുദ്ധ വികാരം തന്നെയാണ് പ്രധാന കാരണം. ഈ ഗവൺമെന്റിന് ഞങ്ങൾ ഇന്നത് ചെയ്തു എന്ന് എടുത്തു പറയാൻ ഒരു കാരണം പോലുമില്ല. എന്നാൽ ഗവൺമെന്റ് വിരുദ്ധമായിട്ട് പ്രതിപക്ഷത്ത് പറയാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് അടുത്തിടെ നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും എല്ലായിടത്തും LDF അമ്പയെ പരാജയപ്പെടുന്നത്. വീണ്ടും കേന്ദ്രത്തിലേക്ക് വന്നാൽ കോൺഗ്രസിന് ആശ്വസിക്കാം. 42 സീറ്റിൽ നിന്ന് ഇന്ത്യ മുന്നണി 150 സീറ്റിലേക്ക് എത്തുകയാണ്. അത് വളരെ നല്ല കാര്യമാണെന്ന് ഞാൻ പറയും. കാരണം തുടക്കം 0-ൽ നിന്നാണ്. കാരണം പല സംസ്ഥാനങ്ങളിലും BJP തൂത്തുവാരുകയായിരുന്നു കഴിഞ്ഞ തവണത്തെ ഇലക്ഷനിൽ. അതിൽ നിന്ന് വ്യത്യസ്തമായി മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും ശക്തമായ മത്സരം കാഴ്ചവെക്കാൻ, നല്ല പ്രകടനം കാഴ്ചവെക്കാൻ കോൺഗ്രസിന് കഴിഞ്ഞു. അതൊരു നല്ല ലക്ഷണം തന്നെയാണ്. കോൺഗ്രസ് മുക്ത ഭാരതം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ അന്ത്യമായിരിക്കും അത്. ഞാൻ എൻ്റെ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കോൺഗ്രസ് ഉണ്ടാവണം. ഭരണപക്ഷമായിട്ടല്ലെങ്കിൽ പ്രതിപക്ഷമായിട്ടെങ്കിലും ശക്തമായൊരു പ്രതിപക്ഷം ഇവിടെ ആവശ്യമാണ്. അല്ലെങ്കിൽ ഇത് BJP ഇന്ത്യയെ ഉടച്ചു വാർത്തകളെയും മതേതര രാജ്യം മതരാജ്യമായി മാറും. അതുകൊണ്ട് ശക്തമായൊരു പ്രതിപക്ഷം ഇന്ത്യൻ ജനാധിപത്യത്തിന്റെ അത്യന്താപേക്ഷിത ഘടകമാണ്. അതാകാനെങ്കിലും കോൺഗ്രസ് കഴിഞ്ഞിരുന്നെങ്കിൽ ഇതിന് ആഗ്രഹിച്ചു പോകുന്നു. ഞാൻ വീണ്ടും പറയുന്നു, കോൺഗ്രസ് ഇല്ലാത്ത ഭാരതം, അവിടെ മതേതരത്വം ഉണ്ടാവുകയില്ല, ജനാധിപത്യം ഉണ്ടാവുകയില്ല, ഒന്നും ഉണ്ടാവുകയില്ല. ഇന്ത്യയുടെ ഘടന തന്നെ BJP മാറ്റി എഴുതും. അതുണ്ടാവാതിരിക്കട്ടെ. നല്ല പ്രതിപക്ഷമാവാൻ കോൺഗ്രസിനും നല്ല ഭരണപക്ഷമാകാൻ BJP കഴിയട്ടെ എന്ന് ആശംസിക്കുന്നു. അന്തിമഫലം കത്തിരുന്ന് കാണാം.